Once again, welcome back to my channel. ഫണ്ണി വീഡിയോ കണ്ടൻറ്റുകളും അതുപോലെ തന്നെ ടെക്നോളജിയിൽ വരുന്ന പുതിയ പുതിയ അപ്ഡേറ്റുകളും അതിനോട് അനുബന്ധിച്ചുള്ള പ്രൊജക്റ്റുകളും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും ടെക്നോളജിയുടെ പ്രൊഡക്റ്റുകളും മെറ്റാവേഴ്സയും അതുപോലെ പുതിയ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റികളെയും പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഫണ്ടക്കൻ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മുകളിൽ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ. നമുക്ക് നേരെ അടുത്തൊരു വീഡിയോയിലേക്ക് പോവാം. 4-5 മാസം കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നല്ല ഒരു കമ്മ്യൂണിറ്റി സ്ട്രെങ്ത് ബിൽഡ് ചെയ്തെടുത്ത ഒരു പ്രൊജക്റ്റാണ് റൈഡ് BNB. എന്താണ് റൈഡ് BNB? ഇത് തികച്ചും ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രൊജക്റ്റാണ്. നിങ്ങൾ റൈഡ് BNBയിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ മിനിമം 2 പേരെയെങ്കിലും നിങ്ങൾ റെഫർ ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്നും നിങ്ങൾക്ക് നല്ല രീതിയിൽ എയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് തികച്ചും ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് പ്രൊജക്റ്റാണ്. OPBNB എന്ന് പറഞ്ഞ നെറ്റ്വർക്കിൽ BNBയുടെ മറ്റൊരു ലെയർ നെറ്റ്വർക്കാണ് OPBNB. നമുക്കറിയാം, ബിനാൻസ് എന്ന് പറഞ്ഞ ലോകോത്തര നമ്പർ 1 എക്സ്ചേഞ്ചിൻ്റെ ഓൺ ടോക്കനാണ് BNB. അവരുടെ ഒരു നെറ്റ്വർക്കാണ് BNB സ്മാർട്ട് ചെയിൻ. അത് ഏവർക്കും സുപരിചിതമാണ്. OPBNB എന്ന് പറയുമ്പോൾ ബിനാൻസ് സ്മാർട്ട് ചെയിൻ പോലെ തന്നെ മറ്റൊരു ബിനാൻസിൻ്റെ ലെയർ 2 ആയ നെറ്റ്വർക്കാണ് OPBNB. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഗ്യാസ് ഫീസിൻ്റെ കുറവാണ് ഇതിൽ തമ്മിലുള്ള വ്യത്യാസം. ഞാൻ അതിൻ്റെ ഡീപ്പായിട്ട് പറയുന്നില്ല. നമ്മുടെ ബിനാൻസ് സ്മാർട്ട് ചെയിനിൽ നമ്മളൊരു കോയിൻ അയക്കുമ്പോൾ ഏകദേശം ഒരു 4 രൂപയാണ് ഒരു ഗ്യാസ് ഫീസ് വരുന്നതെങ്കിൽ അതിൻ്റെ 1/4 ഭാഗം പോലും OPBNB നെറ്റ്വർക്കിൽ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ സ്പീഡ് ബിനാൻസ് സ്മാർട്ട് ചെയിനെക്കാട്ടിയും നല്ല രീതിയിലുള്ള ട്രാൻസാക്ഷൻ സ്പീഡ് OPBNB നെറ്റ്വർക്കിൻ്റെ അകത്ത് കൂടുതലുമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് തമ്മിലുള്ള പ്രത്യക്ഷമായ ഒരു ഡിഫറൻറ്റ്. ഡീപ്പായിട്ട് നമ്മൾ അടുത്തടുത്ത വീഡിയോകളിൽ എന്താണ് OPBNBയെക്കുറിച്ചുള്ള വീഡിയോകൾ നമുക്ക് അടുത്തടുത്ത ഇതിൽ നമുക്ക് പറഞ്ഞു പോവാം. ഓക്കെ, OPBNBയിൽ സ്മാർട്ട് കോൺട്രാക്റ്റും 2x2 മാട്രിക്സും കൂടെ ഉൾപ്പെടുത്തി തികച്ചും ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തുകൊണ്ട് ഏവർക്കും എയിം ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊജക്റ്റാണ് റൈഡ് BNB കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ അതിൻ്റെ പ്ലാനും കാര്യങ്ങളുമൊക്കെ നമുക്ക് അടുത്തടുത്ത വീഡിയോകളിൽ പറഞ്ഞു പോവാം. ഇപ്പോൾ OPBNB വാലറ്റ് നമുക്ക് ടോക്കൺ പോക്കറ്റിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആ വാലറ്റ് ക്രിയേറ്റ് ചെയ്ത ശേഷം OPBNBയുടെ റിസീവ് അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് റൈഡ് BNB എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളൊരു വീഡിയോയുടെ ഡെമോൺസ്ട്രേഷനാണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യമായി നമ്മുടെ പ്ലേ സ്റ്റോർ നമ്മുടെ ഇതിൽ ഓപ്പൺ ചെയ്യുക. മൊബൈലിൽ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോർ ചെയ്യുക. അവിടെ ടോക്കൺ പോക്കറ്റ് എന്ന് സെർച്ച് ബാറിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വരുന്ന ഫസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് TP എന്ന് പറഞ്ഞ ഒരു ലോഗോയോട് കൂടി വരുന്ന ഒരു വാലറ്റാണ് ടോക്കൺ പോക്കറ്റ്. ഇത് ഡീസെൻട്രലൈസ്ഡ് ആണ്. നമ്മുടെ ട്രസ്റ്റ് വാലറ്റ്, മെറ്റാമാസ്ക്, C98 എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ടോക്കൺ പോക്കറ്റും ഡീസെൻട്രലൈസ്ഡ് വാലറ്റാണ്. ഓക്കെ, നമ്മളത് ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളത് ടോക്കൺ പോക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. TP എന്ന് പറഞ്ഞ ലോഗോയോട് കൂടി അങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് റീലോഡ് ആവും. ഇവിടെ ഐ ഹാവ് ആൻ അക്കൗണ്ട്, നോ അക്കൗണ്ട്സ്. നമ്മളിവിടെ നോ അക്കൗണ്ട്സ് ആണ് കൊടുക്കേണ്ടത്. നമ്മുടെ കയ്യിൽ അക്കൗണ്ട് ഇല്ലല്ലോ, നമ്മൾ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണല്ലോ. അവിടെ നോ അക്കൗണ്ട് കൊടുത്തു. എന്നിട്ട് HD വാലറ്റ്, മൾട്ടി വാലറ്റ്, കീ പാഡ് ഹാർഡ്വെയർ വാലറ്റ് എന്നതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് സിംഗിൾ നെറ്റ്വർക്കും അതുപോലെ സെർച്ച് ബാറും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സെർച്ച് ബാറിൻ്റെ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ OPBNB എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ താഴത്ത് വന്നിട്ടുണ്ടാവും നമ്മുടെ BNB സ്മാർട്ട് ചെയിൻ്റെ ലോഗോയുടെ താഴത്ത് ഒരു ചുമപ്പ് ലൈനോട് കൂടി OP എന്നെഴുതിയ ഒരു ഇത് കാണാം നമുക്ക് BNBയുടെ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക.
അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് വാലറ്റ് എന്ന് പറഞ്ഞ് അവിടെ നമ്മൾ ടാപ്പ് ചെയ്യാം. ക്രിയേറ്റ് വാലറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് BNB1 താഴത്ത് സെറ്റ് പാസ്വേഡ്, റിപ്പീറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ 2 കോളം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞ രീതിയിലായിരിക്കണം നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ. മിനിമം 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അതായത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ love@123, അതിൽ ലവിൻ്റെ L ക്യാപിറ്റലും OVE സ്മോൾ ലെറ്റേഴ്സും എന്ന് പറഞ്ഞ ഒരു സിമ്പിളും പിന്നെ ന്യൂമറിക്ക് 123 ഈ ഒരു രീതി വേണം നമ്മൾ കൊടുക്കാൻ. അവിടെ ഹിൻ്റ് ഒന്നും കൊടുക്കണമെന്നില്ല. ക്രിയേറ്റ് വാലറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്ക് വരും. താഴത്തേക്ക് വരുമ്പോൾ ഐ അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞ ആ ഒരു ബട്ടൺ നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന 3 കോളത്തിലും നമ്മൾ ടിക്ക് മാർക്ക് ഇട്ടതിന് ശേഷം ജനറേറ്റ് എന്ന് പറഞ്ഞ അത് ആ ഒരു ജനറേറ്റ് ന്യൂമറിക് എന്ന് പറഞ്ഞ അത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഹൈലൈറ്റ് ആയി നിൽക്കുന്ന 12 വേർഡ്സ് ഉണ്ടാവും. ഇതാണ് നിങ്ങളുടെ വാലറ്റിൻ്റെ താക്കോൽ. അതായത് നിങ്ങളുടെ വാലറ്റ് റിക്കവർ ചെയ്യാനുള്ള 12 വേർഡ് ഇതായിരുന്നു. ഇത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ, സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ വേറൊരു ഫോൺ കൊണ്ട് ഫോട്ടോ എടുത്ത് വെക്കുകയോ വളരെ ശ്രദ്ധാപൂർവ്വം സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം. ആരോടും ഷെയർ ചെയ്യാനും പാടില്ല. ഇവിടെ 1 2 3 4 5 എന്നീ ക്രമത്തിലായിരിക്കും ഈ 12 കീവേഡുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സീക്രട്ട് വേർഡ് കൊടുത്തിരിക്കുക. അത് നമ്മൾ കറക്റ്റായിട്ട് അതേ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ആവാൻ പാടില്ല. 1ൻ്റെ സ്ഥാനത്ത് ഇവിടെ ഫ്ലൈ, 2ൻ്റെ സ്ഥാനത്ത് എയിം, 3ൻ്റെ സ്ഥാനത്ത് ക്രോസ്, ആ ഒരു രീതിയിലാണ് 12 കീ വേർഡുകളും അവിടെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതേ പ്രകാരം തന്നെ നിങ്ങൾ ചെയ്യണം. അതിനുശേഷം അത് നിങ്ങൾ എഴുതി വെച്ചതിന് ശേഷമാണെങ്കിൽ കംപ്ലീറ്റ് ബാക്കപ്പ് വെരിഫൈ ഇറ്റ് നൗ എന്ന് പറഞ്ഞ ആ ഒരു ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ നേരത്തെ തന്നിരിക്കുന്ന 12 വേർഡുകൾ ഷഫിളായി താഴത്ത് വന്നിട്ടുണ്ടാവും. മിക്സ് ചെയ്തിട്ടായിരിക്കും വന്നിരിക്കുന്നത്. അതിൽ നമുക്ക് 1ൻ്റെ സ്ഥാനത്ത് എന്താണ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുമ്പം അവിടെ ഫ്ലൈ വന്നു. 2ാമത്തെ സ്ഥാനത്ത് ആ ഒരു പൊസിഷനിൽ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ എയിം വന്നു. 3ാമത്തെ പൊസിഷനിൽ ഏതാണോ അത് നമ്മൾ ടാപ്പ് ചെയ്യുന്നത് അവിടെ ക്രോസ് വന്നു. എന്നീ ക്രമത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ആ 12 വേർഡുകളും യഥാസ്ഥാനത്തിൽ നമ്മൾ പ്ലേസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കൺഫേം ചെയ്യാൻ. ഇങ്ങനെയാണ് ഒരു ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. അതിപ്പോൾ ട്രസ്റ്റ് വാലറ്റ് ആണെങ്കിലും മെറ്റാമാസ്ക് ആണെങ്കിലും ഇതേ രീതി തന്നെ ആയിരിക്കും. പ്രൊസീജിയർ എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും. പക്ഷേ വേർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷഫിളിംഗ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ആ 12 വേർഡുകളും സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കൺഫേം എന്ന് പറഞ്ഞ ആ ബട്ടണിൽ നമ്മൾ ടാപ്പ് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങളുടെ വാലറ്റ് ക്രിയേറ്റായി വരും. അവിടെ ഇതേറിയവും മറ്റുള്ളതെല്ലാം പോപ്പപ്പ് വിൻഡോ പോലെ നമുക്കൊരു റിമൈൻഡറായിട്ട് നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, അതൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് OP/BNB വന്നിട്ടുണ്ടാവും. അതിൻ്റെ തൊട്ട് മുകളിൽ സെൻഡ് റിസീവ് എന്ന് പറഞ്ഞ 2 ബട്ടൺ നിങ്ങൾക്ക് കാണാം. സെൻഡ് റിസീവ് കണ്ടോ? ഈ റിസീവ് ബട്ടണിൽ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് QR കോഡോടുകൂടി നിങ്ങൾക്ക് OP/BNBയുടെ റിസീവ് അഡ്രസ്സ് അവിടെ കാണും. ഈ അഡ്രസ്സാണ് നിങ്ങളുടെ ലീഡറോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ചോദിക്കുമ്പോൾ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത്. റൈഡ് BNBയിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ OP/BNB 0044 മിനിമം വേണം. അതായത് നമ്മൾ രൂപയിൽ പറയുകയാണെങ്കിൽ മിനിമം ഒരു 300 രൂപയ്ക്ക് തുല്യമായ OP/BNB നമ്മുടെ വാലറ്റിൽ വേണം രജിസ്ട്രേഷൻ ചെയ്യാൻ. അപ്പോൾ അത് അയക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ലീഡറോ അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്ത ആരാണോ അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ട റിസീവ് അഡ്രസ്സ് ഇതാണ്. ഇത് നിങ്ങൾ കോപ്പി ചെയ്യുക, എന്നിട്ട് അയച്ചു കൊടുക്കുക. ഇവിടെ OP/BNB വാലറ്റിൽ വന്നതിന് ശേഷം നമുക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളൊരു ഡെമോൺസ്ട്രേഷനാണിത്. സ്റ്റെപ്പ് 2 ആയിട്ട് നിങ്ങൾ നോക്കുക. ഇപ്പം എൻ്റെ വാലറ്റിൽ OP/BNB ഞാനത് എൻ്റെ സുഹൃത്തിൽ നിന്നും വാങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ടോക്കൺ പോക്കറ്റ് തുറക്കുക. ടോക്കൺ പോക്കറ്റ് തുറക്കുമ്പോഴത്തേക്കും എൻ്റെ വാലറ്റിൽ OP/BNB വന്നിട്ടുണ്ട്. കണ്ടോ?
അതിനുശേഷം സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ലിങ്ക്, റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് നമ്മൾ കോപ്പി ചെയ്യുക. അത് നമ്മളുടെ ഡിസ്കവറിൽ കൊണ്ടുവരിക. ഡിസ്കവറിൽ അവിടെ സെർച്ച് ബാറിൻ്റെ അവിടെ നമ്മൾ കോപ്പി ചെയ്ത് അതവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ അവിടെ കൺഫർമേഷൻ ചോദിക്കും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഇപ്പോൾ റൈഡ് BNBയുടെ ഇൻ്റർഫേസ് ഡീസെൻട്രലൈസ്ഡ് വാലറ്റ് ഇവിടെ നമുക്ക് ഓപ്പൺ ആകും. അപ്പോൾ തന്നെ പോപ്പപ്പ് വിൻഡോ ആയിട്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പോപ്പപ്പ് വിൻഡോ വരും. അവിടെ നമ്മൾ രജിസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു ബട്ടണിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വാലറ്റിൽ നിന്നും 0.0044 BNB എടുത്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ട് ആക്ടിവേഷൻ ആവും. ഈ രീതിയിലാണ് നമ്മൾ റൈഡ് BNBയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ മിനിമം 300 രൂപ ഏകദേശം വേണം. ഇന്ത്യൻ മണി നോക്കുവാണെങ്കിൽ ഏകദേശം 300 രൂപ. ബിനാൻസ് BNB വേണ്ടത് 0.0044 BNB മിനിമം നമുക്ക് വേണം. എടുത്തുകൊണ്ട് ഇവിടെ കൺഫർമേഷൻ ചോദിക്കും, കൺഫേം ചെയ്യുക. കൺഫേം ചെയ്യുന്ന സമയത്ത് നമ്മൾ ടോക്കൺ പോക്കറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ചെയ്ത പാസ്വേഡ് അവിടെ ചോദിക്കും. ആ പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കൺഫേമായി റൈഡ് BNBയിൽ നമ്മുടെ രജിസ്ട്രേഷൻ പൂർണ്ണമാകും. ഓക്കെ, രജിസ്ട്രേഷൻ കൺഫേം ആയിട്ടുണ്ട്. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മൾ റൈഡ് BNBയിൽ അക്കൗണ്ട് ആക്ടിവേഷൻ ആവും. ഓക്കെ, രജിസ്റ്ററായി. നോക്കൂ, രജിസ്റ്ററായി. ഈ രീതിയിലാണ് റൈഡ് BNBയിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുക. ഇതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആർക്കെങ്കിലും റൈഡ് BNBയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ഉപയോഗിച്ച് കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് റൈഡ് BNBയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയുമായി അസോസിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞാനുമായിട്ട് ഏത് സമയത്തും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മുകളിലെ ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ കയ്യിൽ യഥാക്രമം എത്തുകയുള്ളൂ. അടുത്ത ഒരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.